ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സിമൻറ്റ് എന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ അതെല്ലാവരും കണ്ട് പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ദെൻ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സിമൻറ്റിലെ സെറ്റിംഗ് ആക്ഷനാണ്. സെറ്റിംഗ് ആക്ഷൻ ഓഫ് സിമൻറ്റാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സിമൻറ്റിൻ്റെ സെറ്റിംഗ് ആക്ഷൻ നടക്കുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു 4 കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിനാണ് സിമൻറ്റിൻ്റെ സെറ്റിംഗ് ആക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനെ ബോക്സ് കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്. സിമൻറ്റിൻ്റെ സെറ്റിംഗ് ആക്ഷന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 4 കോമ്പൗണ്ട് ഫോർമേഷൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. ആ 4 കോമ്പൗണ്ടിനെ ബോക്സ് കോമ്പൗണ്ട് എന്ന് അറിയപ്പെടുന്നു. ദെൻ നമുക്ക് ആദ്യം ഏത് കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഫോം ചെയ്യുന്നത് C3A എന്ന കോമ്പൗണ്ടാണ്. എന്ന കോമ്പൗണ്ടാണ്. അതായത് ട്രൈകാൽസ്യം അലുമിനേറ്റ് സിലേറ്റ് എന്നൊക്കെ അങ്ങനെ പറയാം. ട്രൈകാൽസ്യം അലുമിനേറ്റ് ആണ്, അല്ലെങ്കിൽ C3A ആണ് ആദ്യം ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ 860 ജൂൾ പെർ ഗ്രാം ആണ്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ബേസ് വെച്ചിട്ടാണ് ഈ ഓരോ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉള്ള കോമ്പൗണ്ട് ചോദിച്ചാൽ C3A ആണ്, അതായത് ട്രൈകാൽസ്യം അലുമിനേറ്റ് ആണ്. ഇറ്റ് ഹാസ് എ ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ദെൻ ഇനിഷ്യൽ സെറ്റിംഗ് ഓർ ഫ്ലാഷ് സെറ്റ് അല്ലെങ്കിൽ കിറ്റ് സെറ്റ് ഓഫ് സിമൻറ്റ് ഇതൊക്കെ കൊടുക്കുന്ന ആണ് C3A. അപ്പോൾ ഇനിഷ്യൽ സെറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലാഷ് സെറ്റ് അല്ലെങ്കിൽ കിറ്റ് സെറ്റ് ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് C3A എന്ന കോമ്പൗണ്ട്. ദെൻ അടുത്ത് ഫോം ചെയ്യുന്നതാണ് C4AF. രണ്ടാമത് ഫോം ചെയ്യുന്നതാണ് C4AF എന്ന് പറഞ്ഞാൽ ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ് ഫെലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ C4AF രണ്ടാമത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് C4AF. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 420 ജൂൾ പെർ ഗ്രാം ആണ്. ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 420 ജൂൾ പെർ ഗ്രാം ആണ്. പുവർ സിമെൻറ്റിങ് മീഡിയമാണ് അതിന്. ദെൻ ഒരു സിമെൻറ്റിന് ചെറിയൊരു ബ്ലാക്ക് കളർ കൊടുക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടാണ്. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് C3S. അടുത്ത് ഫോം ചെയ്യുന്നതാണ് C3S ട്രൈകാൽസ്യം സിലിക്കേറ്റ് എലൈറ്റ് എന്നൊക്കെ പറയും. C3S ട്രൈകാൽസ്യം സിലിക്കേറ്റ്. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വന്നിട്ട് 500 ജൂൾ പെർ ഗ്രാം ആണ്. അപ്പോൾ C3S ട്രൈകാൽസ്യം സിലിക്കേറ്റിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 500 ജൂൾ പെർ ഗ്രാം ആണ്. ബെസ്റ്റ് സിമെൻറ്റിങ് വാല്യൂ ആണ് C3S എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഇമ്പാർട്ട്സ് ഇനിഷ്യൽ സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സ്ട്രെങ്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോമ്പൗണ്ടിനെയാണ് C3S എന്ന് പറയുന്നത്. സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സ്ട്രെങ്തിന് ഇമ്പാർട്ട് ചെയ്യുന്നതാണ് C3S എന്ന കോമ്പൗണ്ട്. ദെൻ ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് C2S ഡൈകാൽസ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ ബിലേറ്റ് എന്നൊക്കെ പറയാം. ലാസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ബേസ് ചെയ്തിട്ട് ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് C2S. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 260 ജൂൾ പെർ ഗ്രാം ആണ്. അപ്പം C2S ഡൈകാൽസ്യം സിലിക്കേറ്റിനാണ് ഏറ്റവും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കുറവ്. 260 ജൂൾ പെർ ഗ്രാം ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. C2S എന്ന് പറയുന്നത് ഇമ്പാർട്ട് ഫൈനൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്നത് C2S ആണ്. ഫൈനൽ സ്ട്രെങ്ത്, പ്രോഗ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഫൈനൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്നത് C2S ആണ്. പോയിന്റാണ്. ഇറ്റ് റെസിസ്റ്റ് കെമിക്കൽ അറ്റാക്കിന് ഇത് റെസിസ്റ്റ് ചെയ്യും. C2Sന് കെമിക്കൽ അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അതാണ് C2S. ദെൻ അടുത്ത് നമുക്ക് 3 പോയിന്റ് പഠിക്കാനുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC എക്സാമിനൊക്കെ കൂടുതലും ചോദിച്ചിട്ടുണ്ട്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറഞ്ഞു വരുന്ന ക്രമത്തിൽ, ഏറ്റവും കൂടുതൽ നിന്ന് കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് പറയുന്നത്. ഇതിന് നമുക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ എന്നൊക്കെ പറയാം. റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ എന്നൊക്കെ പറയാം.
ഓക്കെ, റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമ്മൾ കണ്ടു, C3Aക്കാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ. അതിനെത്രയാണ് 860 ജൂൾ പെർ ഗ്രാം ഉണ്ട്. ദെൻ C3Sനാണ്, C3Sന് 500 ജൂൾ പെർ ഗ്രാം ഉണ്ട്. ദെൻ C4AFനാണ്, C4AFന് 420 ജൂൾ പെർ ഗ്രാം ആണ്. ദെൻ C2S ആണ്, C2Sന് 260 ജൂൾ പെർ ഗ്രാം ആണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അപ്പം ആ ഒരു വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഡിക്രീസിങ് ഓർഡറിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദെൻ അടുത്തുള്ളത് നമുക്ക് ഡിക്രീസിങ് ഓർഡർ ഓഫ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഡിക്രീസിങ് ഓർഡറാണ്. അതിന് ഈ ഒരു പേര് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക: എലൈറ്റ്, ബിലൈറ്റ്, സിലൈറ്റ്, ഫെലൈറ്റ്. ആദ്യം C3S, ദെൻ C2S, ദെൻ C3A, ലാസ്റ്റാണ് C4AF. അത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അതായത് ഇതിൽ C3Sഉം C2Sഉമാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആയിട്ട് കാണപ്പെടുന്നത്. സിമെൻറ്റിൽ C3Sഉം C2S ആണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കാണപ്പെടുന്നത്. അതിനേക്കാളും കുറവായിരിക്കും C3Aയും C4AFഉം. ഓക്കെ, ദെൻ അടുത്ത ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് നമ്മൾ നേരത്തെ നോക്കിയ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. ദെൻ അടുത്തതാണ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ റേറ്റാണ് അവിടെ പറയുന്നത്. റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകരുത്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ റേറ്റാണ് അവിടെ പറയുന്നത്. ആദ്യത്തത് നമുക്ക് C4AF ആണ്. ആദ്യത്തത് ഏതാണ്? C4AF ആണ്. ദെൻ അടുത്തതാണ് C3A, ദെൻ C3S, ദെൻ C2S. ഇവിടെ നമുക്ക് C4AFന് റിയാക്ഷൻ റേറ്റ് കൂടുതലാണ്. C4AFന് റിയാക്ഷൻ റേറ്റ് കൂടുതലാണ്. പക്ഷേ ജിപ്സത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അതിനവിടെ റിട്ടാർഡ് ചെയ്യും. ഓക്കെ, ജിപ്സത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ ഉള്ളത് കൊണ്ട് റിട്ടാർഡ് ചെയ്യും. അങ്ങനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ ഹൈഡ്രേഷൻ വാല്യൂവേഴ്സ് വരുമ്പം C4AF മൂന്നാമത് വരുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തത് C4AF ആണ്. ദെൻ C3A, C3S, C2S. അപ്പം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ നമുക്ക് ഈ C4AFനാണ് റിയാക്ഷൻ കൂടുതൽ, കെമിക്കൽ റിയാക്ഷൻ കൂടുതൽ C4AFനാണ്. പക്ഷേ ജിപ്സത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ ഉള്ളത് കൊണ്ട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ റേറ്റ് വരുമ്പോൾ C4AF മൂന്നാമതായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത നമുക്കൊരു പോർഷനാണ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ഹൈഡ്രേഷനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ കെമിക്കൽ റിയാക്ഷന് വേണ്ട എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 23% ആണ്. 23% ആണ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ കെമിക്കൽ റിയാക്ഷൻ. ദെൻ അവിടെയുള്ള വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 15% ആണ്. വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 15% ആണ്. ദെൻ അങ്ങനെ ടോട്ടൽ നമുക്കിപ്പോൾ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയുള്ള ടോട്ടൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 38%, അതായത് 23 + 15, അങ്ങനെ 38% ആണ്. അങ്ങനെ പ്രോഡക്റ്റ് ആഫ്റ്റർ ഹൈഡ്രേഷന് ശേഷമുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CSH ജെൽ എന്ന് പറയും. അതായത് കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ജെല്ലാണ് ഹൈഡ്രേഷൻ ശേഷമുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷന് വേണ്ടി മാത്രം 23% വാട്ടർ വേണം. ഓയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 15% വാട്ടർ വേണം. ദെൻ ടോട്ടൽ ഹൈഡ്രേഷൻ ഫുള്ള് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയുള്ള ടോട്ടൽ വാട്ടർ കണ്ടൻ്റാണ് 38%. ദെൻ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ജെൽ. ദെൻ ഫൈനസ് ഓഫ് സിമെൻറ്റിൻ്റെ ഫൈനസ് കൂടുന്തോറും ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് കൂടും. ഓക്കെ, ആ ഒരു പോയിൻ്റോട് നോക്കി വെച്ചിരിക്കുക. സിമെൻറ്റിൻ്റെ ഫൈനസ് കൂടുന്തോറും ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് കൂടും. സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് 3.15. സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർത്ത് വെച്ചിരിക്കുക 3.15 ആണ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ദെൻ അടുത്ത ചെറിയൊരു ടേബിൾ പഠിക്കാനുള്ളത്. നമുക്ക് ഈ സിമെൻറ്റ് പാക്ക് ചെയ്തിട്ട് അത് കുറേ കാലം നമ്മൾ വച്ചിരുന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഏജ് കൂടി വന്നാൽ, അതായത് സിമെൻറ്റ് കുറേ കാലം ഇങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ വച്ചിരുന്നു കഴിഞ്ഞാൽ 3 month ഒക്കെ ആകുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറച്ച് റെഡ്യൂസ് ആവും. അപ്പോൾ 3 month ആകുമ്പോൾ 15 മുതൽ 30% വരെ അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ആവും. 6 month ആയിക്കഴിഞ്ഞാൽ, ഏജ് ഓഫ് സിമെൻറ്റ് 6 month ആയിക്കഴിഞ്ഞാൽ 30 മുതൽ 40% വരെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. ദെൻ
12 മാസമായി കഴിഞ്ഞാൽ 40 മുതൽ 50% വരെ അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. ഒരു 3 മന്ത് ആയി കഴിഞ്ഞാൽ 15 മുതൽ 30% വരെ റെഡ്യൂസ് ചെയ്യും. 6 മന്ത് ആയി കഴിഞ്ഞാൽ 30 മുതൽ 40% വരെ റെഡ്യൂസ് ചെയ്യും. 12 മന്ത് ആയി കഴിഞ്ഞാൽ 40 മുതൽ 50% വരെ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റ് ഓൺ സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ടെസ്റ്റൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ഫീൽഡ് ടെസ്റ്റ് ഇത് സാധാരണ എല്ലാവരും ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കളറ്, അതിൻ്റെ നമ്മൾ ബാഗിലിടുമ്പോൾ ഹാൻഡിൽ ഒരു കൂളിംഗ് ഫീൽ അനുഭവപ്പെടും. അതിനൊക്കെ പറ്റി നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സിമെൻറ്റിൻ്റെ കളർ, ഫീൽഡ് ടെസ്റ്റ് സിമെൻറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനിഷ് ഗ്രേ ആയിരിക്കാം. ഗ്രീനിഷ് ഗ്രേ കളറായിരിക്കണം സിമെൻറ്റിന് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഗ്രേ വിത്ത് ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡ് ആയിരിക്കണം. ഒന്ന് ഗ്രീനിഷ് ഗ്രേ കളർ അല്ലെങ്കിൽ ഗ്രേ വിത്ത് ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡ് ആയിരിക്കണം. ദെൻ നമ്മുടെ ഹാൻഡ് സിമെൻറ്റ് ബാഗിൻ്റെ അകത്ത് ഇടുമ്പോൾ ഒരു കൂൾ ഫീൽ ആയിരിക്കണം. ഒരു കൂൾ ഫീലാണ് നമുക്ക് അനുഭവപ്പെടേണ്ടത്. അപ്പം ഹാൻഡ് ഈസ് ഇൻസേർട്ട് ഇൻ സിമെൻറ്റ് ബാഗ്, ഇറ്റ് ഷുഡ് ബി ഫീൽ കൂൾ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, ലംസ് ആർ നോട്ട് അലൗഡ്. ലംസ് ഒന്നും നമുക്ക് അങ്ങനെ സിമെൻറ്റിൽ കാണാൻ പാടില്ല. ലംസ് ഒന്നും സിമെൻറ്റിൽ കാണാൻ പാടില്ല. ദെൻ കുറച്ച് എമൗണ്ട് ഓഫ് സിമെൻറ്റ് നമ്മൾ ഫിംഗറിലെടുത്ത് നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഇത് സ്മൂത്ത് ആയിരിക്കണം. നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് സിമെൻറ്റ് നമ്മുടെ ഫിംഗറിലെടുത്ത് തന്നെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അത് സ്മൂത്ത് ആയിരിക്കണം. ദെൻ കുറച്ച് സിമെൻറ്റിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ വാട്ടറിലിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം ഫ്ലോട്ട് ചെയ്തിരിക്കണം. ദെൻ കുറച്ച് സമയം ഫ്ലോട്ട് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമേ സിങ്ക് ചെയ്ത് പോകാൻ പാടുള്ളൂ. ദെൻ സം എമൗണ്ട് ഓഫ് സിമെൻറ്റ് ത്രോൺ ഇൻ വാട്ടർ, ഇറ്റ് ഷുഡ് ഫ്ലോട്ട് ഫോർ സം ടൈം ആൻഡ് ദെൻ ഷുഡ് സിങ്ക്. കുറച്ച് സമയം ഫ്ലോട്ട് ചെയ്ത് നിൽക്കാം. അതിന് ശേഷം മാത്രമേ സിങ്ക് ചെയ്ത് പോകാൻ പാടില്ല. നമ്മൾ സിമെൻറ്റ് വാട്ടർ ഇട്ട ഉടനെ സിങ്ക് ചെയ്ത് പോകാൻ പാടില്ല. കുറച്ച് സമയം ഫ്ലോട്ട് ചെയ്ത് നിന്ന ശേഷം മാത്രം സിങ്ക് ചെയ്ത് പോകാം. അതാണ് ഫീൽഡ് ടെസ്റ്റ്. അത്രയാണ് ഫീൽഡ് ടെസ്റ്റിൽ വരുന്നത്. അടുത്തതാണ് നമുക്ക് ലാബ് ടെസ്റ്റാണ് അടുത്ത് പഠിക്കാനുള്ളത്. അതിലാദ്യത്തേത് ഫൈനസ് ടെസ്റ്റ്. ഫൈനസ് ടെസ്റ്റ് നമ്മൾ രണ്ടെണ്ണം ഉണ്ട്. സീവ് അനലൈസിസും ഉണ്ട്, എയർ പെർമിബിലിറ്റി ഉണ്ട്. എയർ പെർമിബിലിറ്റി ഉണ്ട്. സീവ് അനലൈസിസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സീവാണ് സീവ് നമ്പർ 9 ആണ് നമ്മൾ സീവ് അനലൈസിസിന് വേണ്ടി എടുക്കുന്ന സീവ്. അതിൻ്റെ സീവ് നമ്പർ 9 എന്ന് പറഞ്ഞാൽ 90 മൈക്രോൺ സൈസാണ്. ദെൻ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം റീറ്റെയിൻ ചെയ്യുന്ന വെയിറ്റ് ഒറിജിനൽ വെയിറ്റിനേക്കാളും ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10%. ഓക്കെ, റിസൾട്ട്, വെയിറ്റ് ഓഫ് റീറ്റെയിനിങ് പാർട്ടിക്കിൾസ് ഓൺ സീവ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10% ഓഫ് ഒറിജിനൽ വെയിറ്റ്. ഒറിജിനൽ വെയിറ്റിന് 10% കൂടാൻ പാടില്ല. ഒറിജിനൽ വെയിറ്റിൻ്റെ 10% കൂടാൻ പാടില്ല. അതാണ് സീവ് അനലൈസിസിലുള്ള റിസൾട്ട്. ദെൻ എയർ പെർമിബിലിറ്റി ടെസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി അപ്പാരറ്റസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എയർ പെർമിബിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവിടുത്തെ റിസൾട്ടായിട്ട് പറയുന്നത് സ്പെസിഫിക് സർഫേസ് ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2250 cm²/gram. റിസൾട്ട്, എയർ പെർമിബിലിറ്റി ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് സർഫേസ് ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2250 cm²/gram. നമ്മൾ ഈ എയർ പെർമിബിലിറ്റി ടെസ്റ്റിൽ സർഫേസ് ഏരിയ വെച്ചിട്ടാണ് പറയുന്നത്. ഈ സർഫേസ് ഏരിയ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏരിയ പെർ മാസിലാണ് നമ്മൾ സർഫേസ് ഏരിയ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ സർഫേസ് ഏരിയ 2250 cm²/gram ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, അതിനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്ത് കംപ്രഷൻ ടെസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. കംപ്രഷൻ ടെസ്റ്റ് ക്യൂബ് സ്പെസിമെനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കംപ്രഷൻ ടെസ്റ്റാണ് അടുത്ത് പഠിക്കുന്നത്. ക്യൂബ് സ്പെസിമെനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്യൂബ് സൈസ് എന്ന് പറയുന്നത് 7.06 cm. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 7.06 cm. ക്യൂബ് സ്പെസിമെനിൻ്റെ ക്യൂബ് സൈസ് 7.06 cm ആണ്. ദെൻ അവിടെ മോട്ടാർ റേഷ്യോ, അതായത് സിമെൻറ്റ് സാൻഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. സിമെൻറ്റ് സാൻഡ് റേഷ്യോ 1:3 ആണ്. ദെൻ അവിടെ എടുക്കുന്ന വാട്ടർ കണ്ടൻറ്റ് P/4 + 3% ആണ്. പി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു സിമെൻറ്റ് പേസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പെർസെൻറ്റേജ് ഓഫ് വാട്ടറിനെയാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഉണ്ട് സിമെൻറ്റിന്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു സിമെൻറ്റ് പേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പെർസെൻറ്റേജ് ഓഫ് വാട്ടറിനെയാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കംപ്രഷൻ ടെസ്റ്റിൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് P/4 + 3% ആണ്. ദെൻ ഈ കംപ്രഷൻ ടെസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ക്യൂബ് സ്പെസിമെൻ എടുത്തിട്ട് കുറച്ച് ലോഡ് നമ്മൾ കൊടുക്കും. ആ സർഫേസ് ഏരിയയിൽ, ആ ക്യൂബിൻ്റെ ഫേസ് ഏരിയയിൽ
കുറച്ച് ലോഡ് കൊടുക്കും. ആ ലോഡിൻ്റെ ലോഡെന്ന് പറയുന്നത് 35 ന്യൂട്ടൺ പെർ mm² ആണ്. 35 ന്യൂട്ടൺ പെർ mm² ലോഡാണ് ക്യൂബിൽ അപ്ലൈ ചെയ്യുന്നത്. ആ ക്യൂബിൻ്റെ ഫേസ് ഏരിയ എന്ന് പറയുന്നത് 50 cm² ആണ്. 50 cm²ലാണ് നമ്മൾ ഈ 35 ന്യൂട്ടൺ പെർ mm² ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3 ഡേയ്സ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 11.5 ന്യൂട്ടൺ പെർ mm². അപ്പോൾ 3 ഡേയ്സ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 11.5 ന്യൂട്ടൺ പെർ mm². 7 ഡേയ്സ് സ്ട്രെങ്ത് ആണെങ്കിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 17.5 ന്യൂട്ടൺ പെർ mm². ഇത് OPCയിലാണ് കേട്ടോ. OPCയിലാണ്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേരിൽ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ 3 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 11.5 ന്യൂട്ടൺ പെർ mm². 7 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 17.5 ന്യൂട്ടൺ പെർ mm² ആണ്. അടുത്തതാണ് ടെൻസൈൽ ടെസ്റ്റ്. ടെൻസൈൽ ടെസ്റ്റാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ടെൻസൈൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ബ്രിക്കേറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രിക്കേറ്റ് അപ്പാരറ്റസ് ആണ് ടെൻസൈൽ സ്ട്രെങ്തിന് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മോട്ടാർ അല്ലെങ്കിൽ സിമൻറ്റ് സാൻഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:3 തന്നെയാണ്. സിമൻറ്റ് സാൻഡ് അല്ലെങ്കിൽ മോട്ടാർ റേഷ്യോ എന്ന് പറയുന്നത് 1:3 തന്നെയാണ്. വാട്ടർ കണ്ടൻറ്റ് P/5 + 2.5%. P/5 + 2.5% ആണ് നമ്മളിവിടെ എടുക്കുന്ന വാട്ടർ കണ്ടൻറ്റ്. പിയുടെ വാല്യൂ നേരത്തെ പറഞ്ഞു. നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ ഒരു സിമൻറ്റ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട പെർസെൻറ്റേജ് ഓഫ് വാട്ടറിനെയാണ് P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടെൻസൈൽ ടെസ്റ്റ്. ടെൻസൈൽ ടെസ്റ്റിന് നമ്മൾ ബ്രിക്കേറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രിക്കേറ്റ് അപ്പാരറ്റസിൻ്റെ ലെങ്ത്, അതായത് സൈസ് എന്ന് പറയുന്നത് 76.2 mm. ലെങ്ത് 76.2 mm ആണ്. ദെൻ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44.5 mm ആണ്. 44.5 mm ആണ് അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട്. അതിൻ്റെ തിക്നെസ് വരുന്നത് 25.4 mm ആണ്. 25.4 mm ആണ് അതിൻ്റെ തിക്നെസ്. ഓക്കെ, അപ്പോൾ ലെങ്ത് 76.2 mm, വിഡ്ത്ത് 44.5 mm, തിക്നെസ് 25.4 mm ആണ് ബ്രിക്കേറ്റ് അപ്പാരറ്റസിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ദെൻ ഓക്കെ, അതിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് പഠിച്ചു. വാട്ടർ കണ്ടൻറ്റ് P/4 + 2.5% ആണ്. ഇവിടെ നമ്മൾ 3 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 3 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2 ന്യൂട്ടൺ പെർ mm². ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2 ന്യൂട്ടൺ പെർ mm². 7 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.5 ന്യൂട്ടൺ പെർ mm². 7 ഡേയ്സ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.5 ന്യൂട്ടൺ പെർ mm². അത്രയാണ് നമുക്ക് കംപ്രഷൻ ടെസ്റ്റിനും ടെൻസൈൽ ടെസ്റ്റിനും പഠിക്കാനുള്ളത്. ദെൻ അടുത്തതാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഈ കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സിമൻറ്റ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് എത്ര പെർസെൻറ്റേജ് വാട്ടർ വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റുകൾ, നമുക്ക് സിമൻറ്റ് പേസ്റ്റ് വെച്ചിട്ട് ബാക്കിയുള്ള ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സിമൻറ്റ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം പെർസെൻറ്റേജ് വാട്ടർ വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ സിമൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 25 to 30% ആണ്. 25 to 30% ആണ് സിമൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി ടെസ്റ്റിന് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. വിക്കറ്റ് അപ്പാരറ്റസ് ആണ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ വിക്കറ്റ് അപ്പാരറ്റസ് ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ വിക്കറ്റ് അപ്പാരറ്റസിൽ 3 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതായത് പ്ലഞ്ചർ, സ്ക്വയർ നീഡിൽ വിത്ത് ആനുലാർ കോളർ. അപ്പം ഇത്രയും 3 അറ്റാച്ച്മെൻറ്റ് വിക്കറ്റ് അപ്പാരറ്റസിലുണ്ട്. ഈ പ്ലഞ്ചറാണ് നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് സ്ക്വയർ നീഡിൽ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. നീഡിൽ വിത്ത് ആനുലാർ കോളർ ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി ടെസ്റ്റിന് നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ 3 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പ്ലഞ്ചർ, സ്ക്വയർ നീഡിൽ വിത്ത് ആനുലാർ കോളർ. ഈ വിക്കറ്റ് അപ്പാരറ്റസിൽ ആ ഒരു പെനിട്രേഷൻ വെച്ചിട്ടാണ് പഞ്ചറിൻ്റെ കൺസിസ്റ്റൻസി ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു പഞ്ചറിൻ്റെ പെനിട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ കൺസിസ്റ്റൻസി നോക്കുന്നത്. ഈ പെനിട്രേഷൻ ഓഫ് പ്ലഞ്ചർ ഷുഡ് ബി അറ്റ് 5 to 7 mm ഫ്രം ബോട്ടത്തിൽ നിന്ന് 5 to 7 mm ആയിരിക്കണം അതിൻ്റെ പെനിട്രേഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നല്ല കൺസിസ്റ്റൻസ് ആണ്. അതേപോലെ ടോപ്പിൽ നിന്ന് 33 to
35 mm ആയാൽ, പെനിട്രേഷന് 33 to 35 mm ആയാൽ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിലായിരിക്കും ആ സിമെൻറ്റ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെനിട്രേഷൻ ഓഫ് പ്ലഞ്ചർ ഷുഡ് ബി അറ്റ് 5 to 7 mm ഫ്രം ബോട്ടം ആൻഡ് ഓഫ് ദ മൗൾഡ് ആൻഡ് 33 to 35 mm ഫ്രം ദ ടോപ്പ് ഓഫ് ദ മൗൾഡ്. ഓക്കെ, ആ മൗൾഡിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 40 mm ആണ്. 40 mm ആണ് അതിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. അതിൽ ബോട്ടത്തിൽ 5 to 7 mm പെനിട്രേഷൻ ഉണ്ടായിരിക്കണം, ടോപ്പിൽ 33 to 35 mm പെനിട്രേഷൻ ഉണ്ടായിരിക്കണം. അത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ഈ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ വരുന്നത് തന്നെയാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ്, ഈ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.85 p ആണ്. 0.85 p ആണ് നമ്മൾ എടുക്കുന്ന വാട്ടർ കണ്ടൻറ്റ്. ഈ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ കണ്ടു സ്ക്വയർ നീഡിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈസ് 1/1 mm ആണ്. സ്ക്വയർ നീഡിലിൻ്റെ സൈസ് വരുന്നത് 1/1 mm ആണ്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സിനെക്കാളും കുറയാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ് OPCയുടെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തത് ഫൈനൽ സെറ്റിംഗ് ടൈം. ഫൈനൽ സെറ്റിംഗ് ടൈമിൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.85 b തന്നെയാണ്. ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുള്ള വാട്ടർ കണ്ടൻറ്റ് എന്നത് 0.85 b തന്നെയാണ്. അവിടെ നമ്മൾ എടുക്കുന്നത് നീഡിൽ വിത്ത് ആനുലാർ കോളറാണ്. നീഡിൽ വിത്ത് ആനുലാർ കോളറാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 അവർ. 10 അവറിനേക്കാളും കൂടാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 അവർ. 10 അവറിനേക്കാളും കൂടാൻ പാടില്ല. അതാണ് OPCയുടെ ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പോൾ ഈ ഫൈനൽ സെറ്റിംഗ് ടൈം, ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓർത്ത് വെച്ചിരിക്കുക. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സ്. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 അവർ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ് സിമെൻറ്റിൻ്റെ ലൈമിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂടിപ്പോയാൽ സിമെൻറ്റ് അൺസൗണ്ട് ആയി പോകും. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൗണ്ട്നെസ് ടെസ്റ്റിൽ വാട്ടർ കണ്ടൻറ്റ് എടുക്കും. വാട്ടർ കണ്ടൻറ്റ് 0.78 p ആണ്. സൗണ്ടിൻ്റെ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന വാട്ടർ കണ്ടൻറ്റ് 0.78 p ആണ്. കുറച്ച് അപ്പാരറ്റസ് ലേഷാർലിയർ അപ്പാരറ്റസ് ആണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പാരറ്റസിൻ്റെ പേര് എന്താണ്? ലേഷാർലിയർ അപ്പാരറ്റസ് ആണ് സൗണ്ട്നെസ് ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. ടു ഡിറ്റർമിൻ ദ പ്രസൻസ് ഓഫ് ഫ്രീ ലൈൻ ഓർ അൺകമ്പൈൻഡ് ലൈൻ. സൗണ്ട്നെസ് ടെസ്റ്റിൽ നമ്മൾ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? പ്രസൻസ് ഓഫ് ഫ്രീ ലൈൻ ഓർ അൺകമ്പൈൻഡ് ലൈൻ, അല്ലെങ്കിൽ എക്സസ് ലൈൻ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പ്രസൻസ് ഓഫ് ഫ്രീ ലൈൻ ഓർ അൺകമ്പൈൻഡ് ലൈൻ അല്ലെങ്കിൽ എക്സസ് ലൈൻ എന്നൊക്കെ പറയാം. അപ്പം ഈ സൗണ്ട്നെസ് ടെസ്റ്റിൽ 2 ആംസ് ഉണ്ട്. സൗണ്ട്നെസ് ടെസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ലേഷാർലിയർ അപ്പാരറ്റസിൽ 2 ആംസ് ഉണ്ട്. ആ ആംസിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ റിസൾട്ട് പറയുന്നത്. ആ എക്സ്പാൻഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 mm. നമ്മുടെ ലേഷാർലിയർ അപ്പാരറ്റസിൻ്റെ ആംസിൻ്റെ എക്സ്പാൻഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 mm. 10 mm-നേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, അതാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. ദെൻ നമുക്ക് ഈ ഡിറ്റർമിൻ പ്രസൻസ് ഓഫ് ലൈം ആൻഡ് മെഗ്നീഷ്യ. ലൈമിൻ്റെയും മെഗ്നീഷ്യയുടെ കണ്ടൻറ്റ് കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ ലൈമിൻ്റെയും മെഗ്നീഷ്യയുടെയും കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓട്ടോക്ലേവ് എന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓട്ടോക്ലേവ് എന്ന അപ്പാരറ്റസ് ആണ് ലൈമിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും പ്രസൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോക്ലേവ് എന്ന ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.8%. അവിടെ നമ്മൾ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് പറയുന്നത്. ഓട്ടോക്ലേവിൽ എക്സ്പാൻഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.8%. അത്രയാണ് നമുക്ക് സൗണ്ട്നെസ് ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയണം. സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 3.15 ആണ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന അപ്പാരറ്റസ് ആണ് ലേഷാർലിയർ ഫ്ലാസ്ക്. ആണ് നമ്മൾ സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ഇനി സിമെൻറ്റ് എന്ന പോർഷനിൽ ടൈപ്സ് ഓഫ് സിമെൻറ്റ് എന്നൊരു പോർഷൻ കൂടെ ഉണ്ട്. അതുകൂടെ കഴിയുമ്പോൾ സിമെൻറ്റ് എന്ന ടോപ്പിക്ക് തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.